അപ്പോൾ എന്തായാലും അവൻ്റെ ബാധ്യത നിങ്ങൾ വീട്ടിൽ കൊടുക്കണം. നിങ്ങളെ സഹോദരങ്ങളെ ഒരു കടമയാണ്. ക്യാഷ് എന്ത് പുറത്തോടി പറയണത്? അവരുടെ കടം ഞങ്ങൾ ഏറ്റെടുക്കാനായിട്ട് അവൻ ഭാര്യയുടെ മക്കളെ കൊണ്ട് സൂക്ഷിച്ച് ടൂർ നടന്ന് ഉണ്ടാക്കിയ കടം ഞങ്ങളെങ്ങനെ വീട്ടാനാണ്? എൻ്റെ ഇല്ല കടം വീട്ടാനായിട്ട്. അത് നടക്കൂല. ക്യാഷ് വേറെ എന്തെങ്കിലും പറയാൻ പറയും. സാദിക്ക് എന്ത് വർത്താനം പറഞ്ഞത്? ടൂർ പോയിന്നാ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ടൂർ പോവാത്ത. ആ ബെഞ്ചിലുണ്ടാവും, ബാക്കി എല്ലാവരും ടൂറിന് പോകും. ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ടാവില്ല. നിങ്ങളേ ഈ നിൽക്കുന്ന ഷർട്ടും പാൻറ്റും ഈ വീടും എല്ലാം ഉണ്ടാക്കിയതേ അവൻ്റെ അധ്വാനം കൊണ്ടാണ്. അവന് വെൽഡിങ്ങിന്റെ പണിക്കും പോയി, എല്ലാ തരത്തിലുള്ള പണിക്കൊക്കെ പോയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവൻ പണിക്കുമല്ലേ. അവൻ അധ്വാനിച്ചതിന്റെ ഫലമാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ പാൻറ് ഷർട്ടും ഈ വീടും. അത് നിങ്ങൾ ഓർക്കണം. ഇപ്പൊ അവന്റെ 4-5 ലക്ഷം രൂപ ബാധ്യത വീട്ടാൻ നിങ്ങൾക്ക് പറ്റണില്ല. നിങ്ങൾ ഒരു ടൂർ പോണ കാശ് പോരെ അവന്റെ കടം വീട്ടാൻ? അത് നിങ്ങൾക്ക് സാധിക്കണില്ല അല്ലെ? അവന്റെ എല്ലാ ബാധ്യതയും ഞാൻ വീട്ടും. നിങ്ങളൊരുത്ത് ആരെങ്കിലും അവൻക്ക് കാശ് കൊടുക്കാനെന്ന് പറഞ്ഞു വന്നാല് ഈ രാജേഷിന്റെ അടുത്ത് പറഞ്ഞാച്ചോ, രാജേഷ് വീട്ടും. അവനെന്റെ ചങ്കാണ്, അവന്റെ കടം ഞാൻ വീട്ടും.